എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് അഥവാ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം കൂട്ടുകാർക്ക് ഇംഗ്ലീഷാണ് ഇവാലുവേഷൻ. അതുപോലെ 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും എഴുതാനായിട്ട് ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ കൃത്യമായി കൂട്ടുകാർ എഴുതുക. പിന്നെ കൂട്ടുകാർക്ക് 6 ആക്ടിവിറ്റീസാണ് ഉള്ളത്. ഏതൊക്കെയാണ്? റീഡിംഗ് കോംപ്രഹെൻഷൻ, രണ്ടാമത്തേത് തോട്ട്സ്, തേർഡ് കോൺവെർസേഷൻ, ഫോർത്ത് റിഡിൽ, ഫിഫ്ത്ത് പോസ്റ്റർ, സിക്സ്ത്ത് ഡിസ്ക്രിപ്ഷൻ. ഇങ്ങനെ 6 ആക്ടിവിറ്റീസാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസായിട്ട് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി ഫസ്റ്റ്, റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജ് വായിച്ചതിന് ശേഷം തൊട്ട് താഴെയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. There was a tall and strong teak tree in a forest. A small plant grew next to the tree. Look, I am very strong. No one can defeat me. Teak tree said, Dear friend, too much pride is harmful. Even the strong one will fall one day. The small tree said, One day there was a storm in the forest. The small plant bowed low. The teak tree did not want to bow. The storm became stronger and the teak tree became weaker. At last, the teak tree fell down. This was the end of the strong teak tree. When the storm stopped, the small plant stood straight. നോക്കിയ കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് ഇവിടെ പാസേജ് ആയിട്ട് തന്നിട്ടുള്ളത് അല്ലേ. ഒരു വലിയ തേക്ക് മരം, ഒരു കുഞ്ഞ് പ്ലാന്റ്, ഒരു കുഞ്ഞ് ചെടിയും ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? കാറ്റ് വന്നു. അപ്പോഴത്തേനും തേക്ക് മരം പറയുകയാണ്, എന്നെ ഒരു ശക്തിക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, വീഴ്ത്താനായിട്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ആത്മവിശ്വാസത്തോടെ നിൽക്കുകയാണ്. എന്നാൽ സ്മോൾ പ്ലാന്റ് പറഞ്ഞു കൊടുത്തു, അങ്ങനെയൊന്നും പറയരുത് തേക്ക് മരമേ, കൂടുതൽ ആത്മവിശ്വാസം വളരെ ഹാനികരമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ പെട്ടെന്നൊരു കാറ്റ് വന്നപ്പോൾ നമ്മുടെ കുഞ്ഞുമരം തല കുനിച്ച് അങ്ങനെ നിന്നു കൊടുത്തു. എന്നാൽ നമ്മുടെ തേക്കുമരം തല ഉയർത്തിപ്പിടിച്ച് നിന്നു. കാറ്റങ്ങ് കടന്നു പോയപ്പോഴത്തേനും തേക്കുമരം എന്ത് ചെയ്തു? ഒടിഞ്ഞു വീണു. എന്നാൽ കുഞ്ഞുമരം അങ്ങനെ തന്നെ ശേഷിച്ചു. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പാസേജ്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഐ എം വെരി സ്ട്രോങ്. ഹൂ സെഡ് ദിസ്? ആരാണ് പറഞ്ഞത് ഞാൻ വളരെ സ്ട്രോങ് ആണെന്ന്? ടേക്ക് ട്രീ ആണ് പറഞ്ഞത്. ബി, വേർ ഡിഡ് ദ സ്മോൾ പ്ലാന്റ് ഗ്രോ? എവിടെയാണ് സ്മോൾ പ്ലാന്റ് വളർന്നത്? ഫോറസ്റ്റിലാണ്. അടുത്ത് സി നോക്കിയേ കൂട്ടുകാരെ. വാട്ട് ഡിഡ് ദ സ്മോൾ പ്ലാന്റ് ഡു അറ്റ് ദി ടൈം ഓഫ് ദി സ്റ്റോം? ഈ സ്റ്റോമിൻ്റെ ടൈമിൽ നമ്മുടെ കുഞ്ഞു ചെടി എന്താണ് ചെയ്തത്? തലകുനിച്ചങ്ങനെ നിന്നു. വാട്ട് ഹാപ്പൻ ടു ദ ടേക്ക് ട്രീ ഇൻ ദി എൻഡ്? അവസാനം ടേക്ക് ട്രീക്ക് എന്താണ് സംഭവിച്ചത്? ടേക്ക് ട്രീ എന്ത് ചെയ്തു? മറിഞ്ഞു വീണു. നെക്സ്റ്റ് നോക്കിയേ. റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദി സ്റ്റോറി. ഈ സ്റ്റോറിക്ക് മനോഹരമായൊരു ടൈറ്റിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകാർക്ക് ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നോക്കിയേ. ആക്ടിവിറ്റി 2, തോട്ട്സ്. തോട്ട്സ് എഴുതാനാണ്. ചിന്തകൾ എന്തൊക്കെയാണ് അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റിയോ went to the fairground with his parents. They saw the balloon man, the toy shop and the giant wheel. Rio was attracted by the giant wheel. He stood there, but his parents moved on. After a while, Rio's mother turned back. She was shocked. Ria, my son, where are you? She cried aloud. അപ്പോൾ നോക്കിയ കൂട്ടുകാരെ, റിയോയും അവൻ്റെ പാരൻസുമായിട്ട്
ഒരു ഫെയർ കാണാൻ പോയി. അവിടെ എന്ത് ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ റിയോ കണ്ടു. എന്തൊക്കെയാണ്? ബലൂൺ മാനിനെ കണ്ടു, ടോയ് ഷോപ്പൊക്കെ കണ്ടു. പക്ഷേ അവനെ ആകർഷിച്ചത് എന്താ? ഒരു വലിയ വീല്, ജിയാൻ വീലാണ് അവനെ എന്ത് ചെയ്തത്? ആകർഷിച്ചത്. അവൻ അവിടെ തന്നെ നിന്ന് അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അമ്മയും അച്ഛനും അങ്ങ് പോവുകയും ചെയ്തു. അവർ ഇവനെ ശ്രദ്ധിച്ചതില്ല. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ റിയോവിനെ കാണുവാനില്ല. അപ്പോഴേക്കും അമ്മ കരയാൻ തുടങ്ങി. അയ്യോ എൻ്റെ കുട്ടി, നീ എവിടെയാണ് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അമ്മയുടെ ഉള്ളിലൂടെ പോയ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? റൈറ്റ് ദി തോട്ട്സ് ഓഫ് ദി മദർ. കൂട്ടുകാരെ എഴുതി നോക്കി, എന്തൊക്കെയായിരിക്കും അമ്മയുടെ മനസ്സിലൂടെ കടന്നു പോകുക? അയ്യോ എൻ്റെ മകൻ എവിടെയാണ്? അവൻ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഓടിപ്പോയിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ ആരെങ്കിലും അവനെ കൊണ്ടുപോയിട്ടുണ്ടാകുമോ? അവനെന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ? ഞാൻ ഇനി എവിടെയാണ് അവനെ അന്വേഷിക്കുക? ഇത്രയും വലിയ ജനക്കൂട്ടമല്ലേ എന്നൊക്കെ ആവും അവൻ്റെ അമ്മ ആലോചിച്ചിട്ടുണ്ടാവുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, കോൺവെർസേഷൻ. റിയോസ് മദർ വാസ് worried. Who will help me get my son back? Can the police help me? She rushed to the policeman at the fairground. What would be the conversation between Rio mother and the policeman? കൂട്ടുകാരെ, റിയയുടെ അമ്മ ഒത്തിരി വെറിയഡായി കേട്ടോ. കാണാനില്ലാതെ വന്നപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സങ്കടമായി. അങ്ങനെ അമ്മ എന്ത് ചെയ്തു? എൻ്റെ മകനെ തിരിച്ചു കിട്ടാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ഈ പോലീസ്മാനിന് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്നവർ ചിന്തിച്ചു. അങ്ങനെ അവർ ഫെയർ ഗ്രൗണ്ടിലുള്ള പോലീസ്മാൻ്റെ അടുത്തേക്ക് പോയി. അവർ തമ്മിൽ നടക്കാനിടയായിട്ടുള്ള കോൺവെർസേഷൻ എന്തൊക്കെയായിരിക്കാം? റിയോസ് മദർ: സർ, ഐ ലോസ് മൈ സൺ. എൻ്റെ കുട്ടിയെ എനിക്ക് നഷ്ടമായി. പോലീസ്മാൻ: എവിടെ വെച്ചാണ് നിങ്ങളെ കുട്ടിയെ നഷ്ടമായത്? റിയോസ് മദർ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? ആ ജിയാൻ വീലിൻ്റെ അടുത്ത് വെച്ചാണ് കുട്ടിയെ കാണുവാനില്ലാതായത്. പോലീസ്മാൻ: അവൻ ഏത് കളറ് ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത്? അപ്പോൾ റിയോ മദർ പറയുകയാണ്, റെഡ് കളർ ഷർട്ടും ബ്ലൂ കളർ പാൻറ്റുമാണ് അവൻ ഇട്ടിരിക്കുന്നത്. അവന് എത്ര ഏജ് ഉണ്ടെന്നടുത്ത് പോലീസ്മാൻ ചോദിക്കുകയാണ്. റിയോസ് മദറും ഏജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം കണ്ടെത്തി തരാമെന്ന് പോലീസ്മാൻ വാക്കു കൊടുക്കുന്നതും അമ്മ താങ്ക്സ് പറയുന്നതും കാണാം. നെക്സ്റ്റ് നോക്കിയ കൂട്ടുകാരെ, ആക്ടിവിറ്റി 4, റിഡിൽ. ലുക്ക് അറ്റ് ദ റിഡിൽസ്. One is done for you. Write your answers in the boxes. ഇവിടെ കണ്ടോ കൂട്ടുകാരെ, ഒരു റിഡിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസറും കൂട്ടുകാർക്ക് ബോക്സിൽ തന്നിട്ടുണ്ട്. അടുത്ത് കുറച്ച് റിഡിൽസ് ഉണ്ട്. അതിൻ്റെ ആൻസർ ആര് കണ്ടുപിടിക്കണം? നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നോക്കി, ഐ എം സ്വീറ്റ്, ഐ എം ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, ഐ എം റൗണ്ട് ഇൻ ഷേപ്പ്, ലഡു. അപ്പോൾ ഞാൻ മധുരമുണ്ട്, പല കളറുകളിൽ എന്നെ കാണാം. എൻ്റെ ഷേപ്പ് എന്തോന്നാണ് കൂട്ടുകാരെ? റൗണ്ടാണ്. ഏതാണ്? ലഡു ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കി, ഐ എം എ ഫ്രൂട്ട്, ഐ എം സ്വീറ്റ്, ഐ എം റെഡ് ഇൻ കളർ. അപ്പോൾ ഞാനൊരു ഫ്രൂട്ടാണ്, മധുരമുണ്ട്, പിന്നെ ചുവന്ന നിറമാണ്, ആപ്പിളാണ് കേട്ടോ. ഐ എം എൻ ആനിമൽ, ഐ ക്യാൻ റോയർ, ഐ എം എ കിങ് ഓഫ് ദി ഫോറസ്റ്റ്. ആരാണ് കാട്ടിലെ രാജാവ്? അതെ, ലയൺ ആണല്ലേ. എഴുതിക്കോളും. നെക്സ്റ്റ് തേർഡ്, ഐ എം എ ബേർഡ്, ഐ എം ഗ്രീൻ ഇൻ കളർ, ഐ ക്യാൻ ഇമിറ്റേറ്റ് ഹ്യൂമൻ ലാംഗ്വേജ്. എനിക്ക് മനുഷ്യരോട് സംസാരിക്കാൻ കഴിയും. ഞാൻ പക്ഷിയാണ്, എൻ്റെ നിറം പച്ചയാണ്. ആരാണ്? പാരറ്റ്. നെക്സ്റ്റ് ഫോർത്ത് നോക്കിയ കൂട്ടുകാരെ, ഐ എം എ വെഹിക്കിൾ ബട്ട് ഐ ഹാവ് നോ വീൽസ്, ഐ ട്രാവൽ ഓൺ വാട്ടർ. ഞാൻ ഒരു വാഹനമാണ്, പക്ഷേ എനിക്ക് വീലുകളില്ല, ഞാൻ വെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്താണ്? ഷിപ്പ്. നെക്സ്റ്റ് ഫിഫ്ത്ത് നോക്കിയേ, ഐ ഹാവ് 4 legs. എനിക്ക് 4 കാലുകളുണ്ട്. ബട്ട് ഐ ക്യാൻ നോട്ട് വാക്ക്. പക്ഷേ എനിക്ക് നടക്കാൻ കഴിയില്ല. യു ക്യാൻ സിറ്റ് ഓൺ മീ. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇരിക്കാനായിട്ട് കഴിയും. ആരാണ്? മങ്കീസാണ് കേട്ടോ. ഓക്കെ, ചാടി ചാടി പോകാനേ കഴിയുള്ളൂ, നടക്കാനായിട്ട് കഴിയത്തില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, പോസ്റ്റർ. ലുക്ക് അറ്റ് ദി പിക്ചർ ബിലോ. ഇവിടെയുള്ള ചിത്രം നോക്കിയ കൂട്ടുകാരെ, വെള്ളം മലിനമായി പോകുന്നതും ഒരു കുട്ടി ഇങ്ങനെ എന്ത് ചെയ്യുന്നു, സ്കൂളിൻ്റെ ടാപ്പായിരിക്കണം തുറന്നു വിട്ടിരിക്കുന്നത് നമുക്ക് കാണാമല്ലേ. ഇനി നമുക്ക് എന്തെഴുതാം? പോസ്റ്റർ തയ്യാറാക്കാം. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ് വാട്ടർ. സേവ് വാട്ടർ, സേവ് എർത്ത്. ഇങ്ങനെയൊക്കെ നമുക്ക് മനോഹരമായ പോസ്റ്ററുകൾ എഴുതാം കേട്ടോ. ചെറിയ വാചകങ്ങൾ മതിയാകും. മനോഹരമായ ചിത്രങ്ങൾ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് മുഴുവൻ മാർക്കും കിട്ടും. നെക്സ്റ്റ് നോക്കിയ കൂട്ടുകാരുടെ എക്സാമിലെ അവസാനത്തെ ചോദ്യമാണ് ആക്ടിവിറ്റി 6, ഡിസ്ക്രിപ്ഷൻ. ലുക്ക് അറ്റ് ദി പിക്ചർ ഗിവൻ ബിലോ. ഇവിടെ കൂട്ടുകാർക്ക് തന്നിരിക്കുന്ന ചിത്രം നോക്കിയേ, മനോഹരമായൊരു ചിത്രമാണല്ലേ.
മരത്തിൻ്റെ മുകളിലുള്ള മനോഹരമായ വീടും എയ്റോപ്ലെയിനും മങ്കീസും അതുപോലെ തന്നെ കുറേ കുട്ടികൾ കളിക്കുന്നതും പാർക്കും അങ്ങനെ ഫോട്ടോഷൂട്ടും മീൻ പിടിക്കുന്നതും ഫോട്ടോ വരയ്ക്കുന്നതും അങ്ങനെയായിട്ട് മനോഹരമായൊരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ കൂട്ടുകാരെ? അതെ. അപ്പോൾ ഈ ചിത്രത്തെ ഡിസ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ വിവരിച്ച് കൂട്ടുകാരെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ പാഠഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ കൂട്ടുകാർക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. പോസ്റ്ററുകൾ, ലെറ്റർ തയ്യാറാക്കാനായി ചോദിക്കാം, നോട്ടീസ് തയ്യാറാക്കാനായിട്ട് ചോദിക്കാം, ഡയറി എഴുതാൻ ചോദിക്കാം, റിഡിൽസ് ചോദിക്കാം, ഡിസ്ക്രൈബ് ചോദിക്കാം, കോൺവെർസേഷൻ മസ്റ്റായിട്ടും ചോദിക്കുന്നതാണ്. പിന്നെ നറേറ്റീവ്സ് ചോദിക്കാം, അതായത് പ്രൊഫൈൽ എഴുതാനായിട്ട് ചോദിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാർ നന്നായി പഠിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ മോർ ലൈൻസ് ചോദിക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കൂട്ടുകാർ റിപ്പീറ്റ് ചെയ്ത് പാഠങ്ങൾ പഠിച്ച് അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിച്ചൊക്കെ ഇരിക്കുക. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതും പോയി കണ്ട് പഠിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്